ലോകത്ത് ഒരുപാട് നല്ല സ്നേഹമുള്ള ആളുകളുടെ ഉണ്ട് എന്നതിൽ തെളിവാണ് കൂർഗിലെ എൻ്റെ സുഹൃത്തായ വെങ്കപ്പണ്ണൻ. വെങ്കപ്പണ്ണനെ കാണാൻ വേണ്ടി പോയതാട്ടോ. ഞങ്ങളെ സ്വീകരിച്ചത് വെങ്കപ്പണ്ണൻ്റെ ഈ ഒരു പട്ടിക്കുട്ടിയായിരുന്നു. പട്ടിക്കുട്ടി ഒന്നും ഞങ്ങളെ കണ്ടത് കുരച്ചതുപോലുമില്ല, സ്നേഹം കൊണ്ട് പൊതിഞ്ഞിട്ടോ. ആ നിൽക്കുന്നതാണ് വെങ്കപ്പണ്ണൻ. ഒരുപാട് കാലത്തെ എൻ്റെ ഒരു സുഹൃത്താണ് വെങ്കപ്പണ്ണൻ. കൂർഗിലാണ് വീട്. ഈ വെങ്കപ്പണ്ണനെ കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. ഞങ്ങൾ ഇവിടെ കൂർഗിൽ ഞങ്ങൾ ഒരു ഫ്രണ്ട്സ് ഉണ്ട്, വെങ്കപ്പണ്ണൻ്റെ കോഫി എസ്റ്റേറ്റിലാണ്. അവക്കാഡോ പറിക്കാൻ വേണ്ടി പോകട്ടോ. കോഫി എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കാണിച്ചതാണ്. ഞങ്ങൾ വീട്ടിൽ പോയപ്പോഴന്നെ വെങ്കപ്പണ്ണൻ ഞങ്ങളെ തോട്ടത്തിലേക്കാണ് കൊണ്ടുപോയത്. അദ്ദേഹത്തിൻ്റെ തോട്ടമാണ് കേട്ടോ. ഇതാണ് അദ്ദേഹത്തിൻ്റെ വരുമാന മാർഗം. ഞങ്ങൾ പോയപ്പോഴേ നാരങ്ങ, മാതൂളി നാരങ്ങ, അവക്കാഡോ എന്തൊക്കെയാണ് തോട്ടത്തിലുള്ളത്, അത്ര സാധനങ്ങൾ ഞങ്ങൾ പറിച്ചു വന്നിട്ടോ. ശരിക്കും ഇങ്ങനെ ഒരു മനുഷ്യൻ എന്തൊരു സ്നേഹമാണ്, ഒരു കളങ്കമില്ലാത്ത സ്നേഹമാണ് ഞങ്ങളോട് കാട്ടുന്നത് കേട്ടോ. അദ്ദേഹം കുടുംബം ഇവിടെയാണ് താമസിക്കുന്നത്, കുടകിൽ. ആക്ച്വലി ഒരു 10-12 വർഷമായിട്ട് എനിക്ക് ഇദ്ദേഹത്തെ പരിചയമുണ്ട്. വെങ്കപ്പ നേരിട്ട് എൻ്റെ ഫ്രണ്ടല്ല, എൻ്റെ കുവൈറ്റിലുള്ള ഒരു സ്നേഹിതനാണ്. ഞാൻ കൂർഗ് കാണാൻ പോകുമ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടും എന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പറഞ്ഞ ഒരു സുഹൃത്താണ്. ഇപ്പം ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടായി മാറിയിരിക്കുകയാണ് വെങ്കപ്പട്ടോ. എന്തൊരു സ്നേഹം. ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ തിരുനെല്ലിയിൽ നിന്ന് 70-80 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ വീട് തേടി വന്നു കേട്ടോ. വീട്ടിൽ പോയപ്പോൾ തന്നെ നാച്ചുറലായിട്ടുള്ള ജ്യൂസ് കണ്ടോ. അദ്ദേഹം തന്നെ മരത്തിൻ്റെ മുകളിൽ കയറി അവക്കാഡോ പറിച്ച് കൊണ്ടുപോകാനും കഴിക്കാനും വേണ്ടി പോവാണ്. ഇങ്ങനെയും കളങ്കമില്ലാത്ത സ്നേഹമാണ് കേട്ടോ വെങ്കപ്പ. ഇനി ഇവിടുത്തെ ആചാരങ്ങളൊക്കെ അറിയാലോ, കുടകിലെ ആചാരങ്ങളൊക്കെ ഭയങ്കരമാണ്. നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരാളാട്ടോ വെങ്കപ്പ. എന്തായാലും അദ്ദേഹം ഇങ്ങനെ നമ്മളോട് കാണിക്കുന്ന ഈ ഒരു എന്താ പറയുക, ആതിഥ്യ മര്യാദ, അത് ഭയങ്കരം തന്നെ കേട്ടോ. ഒരിക്കലും മറക്കാൻ പറ്റില്ല. വെങ്കപ്പ അങ്ങനെ ഞങ്ങളെ സ്നേഹിച്ച് കൊല്ലുകയാണ്. തോട്ടം മേവൊക്കെ എല്ലാം കാണിച്ചു തന്നിട്ടോ. എന്തായാലും താങ്ക് യു വെങ്കപ്പ അണ്ണ, താങ്ക് യു വെരി മച്ച്. എന്തായാലും ഇനി കൂർഗിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കാണാതെ ഒരിക്കലും ഇങ്ങോട്ട് വരില്ല. ഞങ്ങളെല്ലാവരും നിന്ന് കുടുംബത്തോടൊപ്പം നിന്ന് നല്ലൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് തിരിച്ചു വന്നത്.